ആദ്യം ഇതിലേക്കുള്ള ഫ്ലൈ തയ്ക്കാം നമുക്ക്. അതേപോലെ ഒരു പീസ് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി അധികമുള്ളത് കട്ട് ചെയ്തിട്ട് ഇത് അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടുക. ഇനി നേരെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ ഒരു തയ്യലിടുക. അതിനുശേഷം ഇവിടെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇത് ഇവിടെ ഫ്രണ്ടിൽ ഇടതുവശത്ത് ഇതേപോലെ ഈ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഒരു പോയിൻ്റ് താഴെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇനി നമ്മളിവിടെ ഓവർലേക്ക് ചെയ്തതിന് ശേഷമാണ് ഫ്ലൈ പിടിപ്പിക്കുകയുള്ളൂ. അതിന് മുന്നേ നമുക്കിതിൽ പോക്കറ്റ് തയ്ക്കാനുണ്ട്. ഇനി മറ്റേ സൈഡിലേക്കുള്ള ഫ്ലൈ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് മതി. ഇവിടെ ഏകദേശം ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. ഈ അടിവശത്ത് ഒരു 1/4 ഇഞ്ച് അധികം വേണം. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ച് വരാം. ഇവിടെ ഒന്ന് മടക്കി തയ്ക്കാം ആദ്യം. ഇതേപോലെ അടിവശം ഒന്ന് മടക്കി തയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് മേലെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഇതേപോലെ വയ്ക്കുക. സിബ് അതിനോടൊപ്പം തന്നെ കമിഴ്ത്തി വയ്ക്കുക. അതായത് ഈ റണ്ണർ മുകളിൽ വരുന്ന പോലെ വയ്ക്കുക. ഇതേപോലെ അടിച്ചെടുക്കുക. സിബ് ആ മടക്കിയതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് തയ്ച്ചാൽ മതി. ഇനി ഇവിടെ നമ്മൾ സിബിൻ്റെ സൈഡിൽ കൂടെ തയ്ക്കുമ്പോൾ ഈ തയ്യത്തുമ്പോൾ അതിനകത്തേക്ക് പോകും. തൽക്കാലം ഇത് മാറ്റി വയ്ക്കാം. ഇനി ബാക്ക് പോർഷനിൽ ഈ 2 ടെക്ക് ഉണ്ട്, അതൊന്ന് ഇട്ടെടുക്കാം. ഈ ടെക്ക് അടിവശത്തേക്കൊന്ന് അടയാളപ്പെടുത്തുക. ഇത് ഏകദേശം 1/2 ഇഞ്ചിൽ അടിക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പോക്കറ്റ് വയ്ക്കാം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് താഴെ 5.5 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അടയാളം ഇടുക. പോക്കറ്റ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് അരവണ്ണം 32 അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് വരും. 8 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കാം. 7 ഇഞ്ച് ഇതേപോലെ വെച്ചാൽ മതി. അതായത് 2ആയിട്ട് മടക്കുമ്പോൾ 7 ഇഞ്ച്, ആകെ ഒരു 14 ഇഞ്ച് വീതി എടുക്കാം. അതേപോലെ ഇറക്കം നമുക്ക് ആവശ്യമുള്ളത് വയ്ക്കാം. ഇത് ഏകദേശം ഞാൻ 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ബോട്ടം സൈഡ് ഒരു ഷേപ്പ് എടുക്കാം. ഇതേപോലെ പോക്കറ്റിൻ്റെ അകുമ്പുറം ഉണ്ടെങ്കിൽ നല്ല വശം ഈ നല്ല വശത്തിനോട് ചേർത്ത് വയ്ക്കുക. ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. ഈ കോർണറിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ഒന്ന് മേൽത്തൈലിടാം. അതിനുശേഷം ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക. ഇവിടെ എത്തുമ്പോൾ ഒരു 1/4 ഇഞ്ച് വീതി കൊടുക്കുക. ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇനി ഈ പോക്കറ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് നേരെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു പോയിന്റിലൊരു തയ്യലിടുക. അതിനുശേഷം അത് അടിമറിച്ചിട്ട് ഇതിന് മേലെ ഒരു 1/4 ഇഞ്ചിൽ ഒരു തയ്യലിട്ടെടുക്കാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ 2 ഭാഗം ഒന്ന് ചേർത്തടിക്കാം. നമുക്ക് പോക്കറ്റായി. ഇനി ഇവിടെ ഒരു 1 ഇഞ്ചിൻ്റെ ടെക്ക് ഉണ്ട്, അത് നമുക്കൊന്ന്
ഇതിന് മേലെ വെച്ച് തയ്ച്ചെടുക്കുക. വെറുതെ മടക്കി വെച്ചാൽ മതി. ഇത് ഉള്ളിലേക്ക് തയ്ച്ചിട്ടും അടിക്കാം, ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതേപോലെ ഫ്രണ്ടിലേക്കുള്ള ഒരു പ്ലേറ്റ് വന്നിട്ട് ഇതേപോലെ ഇട്ടെടുക്കുക. ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും പോക്കറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡ് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യാം. ഇതേപോലെ ബാക്കും ഈ ഫ്രണ്ട് സൈഡും കൂടെ അരഞ്ചിൽ ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇനി അതേപോലെ ഈ സൈഡും തയ്ച്ചെടുക്കാം. ഇനി ഈ സൈഡൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡ് ഓവർലോക്ക് ചെയ്യുമ്പോൾ തന്നെ സൈഡ് നമ്മൾ രണ്ടും കൂടെ ചേർത്തടിച്ചതിന് ശേഷം ആണ് ഓവർലോക്ക് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ സൈഡെല്ലാം സിംഗിളായിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കുക, ഈ രണ്ട് സൈഡും. ഇനി നമ്മളിവിടെ ഈ തയ്യത്തുമ്പ് ബാക്കിലേക്ക് വെച്ചിട്ട് മേലെ ഒരു തയ്യലിടാം. ഇതേപോലെ ബാക്കിലത്തെ മേൽത്തൈൽ അടിച്ചു വരുമ്പോൾ ഈ ഓപ്പണിൽ രണ്ട് സൈഡും മണങ്ങൊന്ന് ചെറുതായിട്ട് കെട്ടിട്ടെടുക്കാം. ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം. ഇനി നമുക്ക് ഈ കാലൊന്ന് ചേർത്ത് അടിക്കാം. ഇതേപോലെ വെച്ചിട്ട് അരഞ്ചിൽ അടിച്ചെടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇതുവരേക്കും ഈ തയ്യലിൻ്റെ മേലെ ഒരു തൈലും കൂടി ഇടാം. ഇവിടെ താഴെയെല്ലാം സിംഗിൾ തൈൽ മതി. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ബോട്ടം 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബോട്ട് അടിക്കാൻ എളുപ്പത്തിനാണ്. ഇനി ഇത് അടിമറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബോട്ട് അടിച്ചെടുക്കാം. ഈ 2 ഇഞ്ചിൻ്റെ പാതിയിൽ ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം ഒന്നും കൂടെ മടക്കിയിട്ട് നമുക്കിത് റൗണ്ടിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് 1.25 ഇഞ്ച് വീതി വരും. ഇത് ഒറ്റ തൈലിൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അടയാളം ഇട്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു 1.25 ഇഞ്ച് മടക്കിയിട്ട് ഒരു തൈലിടുക, വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും അടിക്കുക. ഇതേപോലെ ബോട്ട് അടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒരു സൈഡിൽ മേൽത്തൈലിട്ടതാണ്. അപ്പോൾ ഇതേപോലെ തയ്യത്തുമ്പ് ഒരു സൈഡിലേക്കാണ് വരിക. അടുത്ത സൈഡിൽ വന്നിട്ട് ഈ തയ്യത്തുമ്പ് ഇതേപോലെ 2 സൈഡിലേക്കും വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതേപോലെ ഈ കാലും ചേർത്തടിക്കാം. ഇതേപോലെ 2 കാലും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സിബ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഫ്ലൈ ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒരു മേൽത്തൈലിടാം. അതുപോലെ വലതുവശത്ത് ഇവിടെ നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുവരേക്കും ഒന്ന് മടക്കിയെടുക്കുക ഒരു 4 ഇഞ്ചിൽ. അതിനുശേഷം അടയാളം ഇട്ട ഭാഗം ഇവിടെ ഏറ്റവും ചുവട്ടിൽ വരണം, ബോട്ടത്തിൽ വരണം. ഇതുവരേക്കും വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. ഈ സിബിനോട് ചേർത്ത് വെച്ചിട്ട് അടിച്ചാൽ മതി. ഇവിടെ ഈ ലോക്കിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരല്പം കട്ട് ചെയ്ത് വിടാം. അതുപോലെ ഒരു 4 ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇത് നേരെ അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നമ്മൾ ഈ കാല് ജോയിൻ്റ് ചെയ്ത ഈ 2 സെൻറ്ററും കൂടെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് ഈ 2 തയ്യത്തുമ്പ് 2 സൈഡിലേക്ക് ഇതേപോലെ ആക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചു തുടങ്ങുക. ഇവിടെ ഈ ലോക്കിൻ്റെ ഇതുവരേക്കും തയ്ക്കുക. ഇവിടെ നിന്ന് ഇതുവരെ ഒരു 2 തൈലിട്ട് എടുക്കുക. അതുപോലെ ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിൽ. ഇനി ഇവിടെ ഈ ലോക്കിൻ്റെ താഴെയായിട്ട് ഒരു സെൻറ്റിമീറ്റർ താഴെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഈ മാർക്കിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൈ തയ്ക്കുന്നത്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഈ സിബ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. സിബിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു തൈലിടുക. അതിനുശേഷം ഈ റണ്ണറിൻ്റെ സൈഡിൽ കൂടെ ഒരു തൈലും കൂടി ഇടുക. അങ്ങനെ 2 തൈലിട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് അടിക്കാം.
ഇനി ഈ ഫ്ലൈ ഇതെല്ലാം ഇങ്ങോട്ട് വെച്ചിട്ട് ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഇതിന് മേലെ ഒരു തൈലിടാം. ഇനി ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം. ഇതേപോലെ ഫ്ലൈ തയ്ച്ചെടുക്കുക. ഇനി ഇവിടെ നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലേശം ഏറ്റക്കുറച്ചിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഒപ്പം അടയാളപ്പെടുത്താം. ഇതേപോലെ ഒപ്പം ഒന്ന് അടയാളപ്പെടുത്തുക. ഇനി ബാൻഡ് പിടിപ്പിക്കാം. ബാൻഡ് ഇതേപോലെ ഞാൻ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീതി വെച്ചിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. നമുക്കിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതായത് ക്യാൻവാസ് കഴിഞ്ഞിട്ട് 2 ഇഞ്ച്. എന്നിട്ട് ഇതിലൊന്ന് മടക്കി അടിക്കാം. ഇവിടെ ഈ അരവണ്ണത്തിൻ്റെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. ഇത് സെൻറ്റർ വരും. ഇവിടെ നിന്ന് ഇതുവരേക്കാണ് അരവണ്ണത്തിൻ്റെ പാതി വരിക. ഇനി ഇതേപോലെ ഇവിടെ അടിക്കാം. ഇവിടെ കുറച്ച് ഇതുവരേക്കും അടിച്ചാൽ മതി. കാരണം നമുക്കിവിടെ ഒരു ഓവർ ബാൻഡ് ഉണ്ട്. ഇതൊന്ന് കവർ ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങുക. അടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 6 ലൂപ്പ് അടിച്ചുണ്ടാക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതി മതി. നീളം 4 ഇഞ്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് അധികം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ തന്നെ ഈ ലൂപ്പ് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അധികമുള്ളത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ സൈഡും അടിക്കാം അതേപോലെ. ഇനി ഈ കോർണർ നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കൊന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ കോർണർ ഒന്ന് തിരിച്ചെടുക്കാം. ഇവിടെ ഒരു ഹുക്കാണ് വയ്ക്കുന്നത്. ഈ സിബിന് നേരെ ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ഹുക്കാണ് വയ്ക്കുന്നത്. ഈ പ്രസ്സിങ് ഹുക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ തുണിയിലാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാൻവാസ് ഇവിടെ അടിയിൽ കൊടുക്കാം. മുള്ളുള്ളത് ഇതിങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഈ ത്രികോണാകൃതിയിലുള്ളത് ഇതിങ്ങനെ താഴേക്ക് വയ്ക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ കത്രിക ഉപയോഗിച്ചിട്ട് ഈ മുള്ള് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. ഇതേപോലെ ഈ മുള്ള് പോലെയുള്ളത് ഇതിലേക്ക് മടക്കുക. അപ്പോൾ നമുക്കിവിടെ കൊളുത്ത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്കുള്ള ഐ ഇവിടെയാണ് വെക്കേണ്ടത്. അത് സിബ് ഇതേപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അത് ഇതേപോലെ ഈ 2 കമ്പിയുള്ളത് ഇതേപോലെ വെച്ചിട്ട് താഴേക്ക് പ്രസ് ചെയ്യാം. അതിനുശേഷം ഈ 2 ഹോളുള്ളത് ഇതിന് മേലേക്ക് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ സൈഡൊന്ന് അടിച്ചെടുക്കാം. ഇതിങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് ഈ 2 സൈഡും അടിച്ചാൽ മതി. അതിനുശേഷം ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ അടിവശത്ത് ഇങ്ങനെയാണ് വരിക. ഇതിൽ ഹുക്ക് വരും. അതിനുശേഷം ഇവിടെ ഒരു ബട്ടൺ ഹോൾ തുന്നിയിട്ട് ഒരു ബട്ടൺ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇവിടെ ഈ ബാൻഡ് ചേർത്തടിക്കുന്നതിന് മുന്നേ ബാക്ക് ഒന്ന് ചേർത്തടിക്കാം. ബാക്ക് ആദ്യം നമ്മൾ അരവണ്ണം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഇവിടെ ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതേപോലെ വരയ്ക്കുക. നമ്മളൊരു 4 ഇഞ്ച് അരവണ്ണത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഈ 4 ഇഞ്ച് ഇതേപോലെ ചെരിച്ച് വരയ്ക്കുക. ഈ 4 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇതേപോലെ ചേർത്തടിച്ചാൽ മതി. അതായത് ഇവിടെ നിന്ന് നേരെ ഇതിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക.
അപ്പോഴാണ് നമുക്ക് ബാക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇല്ലാതെ കിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ഈ മാർക്ക് കൂടെ തന്നെ അടിച്ചെടുത്താൽ മതി. ഇവിടെ ഈ ജോയിൻറ്റിലാണ് നമ്മൾ തയ്ച്ച് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങാം. ഇവിടെ ഇതേപോലെ 2 തൈലിട്ട് എടുക്കുക. ഇത് ശ്രദ്ധിക്കാനുള്ളത് ആദ്യത്തെ തൈലിൻ്റെ കറക്റ്റ് മേലെ തന്നെയാണ് അടുത്ത തൈലും തയ്ക്കേണ്ടത്. കാരണം ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. ഇനി ഈ ബാൻഡ് ഇങ്ങനെ വെച്ചിട്ട് മടക്കി എടുക്കുമ്പോൾ ഈ തയ്യത്തുമ്പ് നമുക്ക് പുറത്തേക്ക് കാണും. അപ്പോൾ അതിനൊരു പണി ചെയ്യാം. ഈ ഭാഗം ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ ക്യാൻവാസിലേക്ക് മടക്കിയിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. അപ്പോൾ അതേപോലെ 2 സൈഡും തയ്ച്ചെടുക്കുക. ഈ കോർണർ ഇവിടെ മടക്കിയിട്ട് ഇവിടെ നേരെ താഴേക്ക് ക്യാൻവാസിനൊപ്പം തുണി മടക്കുക. എന്നിട്ട് ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് മടക്കി അടിച്ചാൽ മതി. ഇതേപോലെ ചുവട് വരേക്കും അടിച്ചെടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ലോങ് തൈലിടുക. ഇതുപോലെ 2 തൈലിട്ടാൽ മതി. പിന്നീട് ഇത് അഴിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാൻഡ് ചേർത്തടിക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഈ ഫ്ലൈ അടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ തയ്ച്ചു തുടങ്ങിയാൽ മതി. ഇവിടെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് തയ്ച്ച് വന്നിട്ട് നേരെ താഴേക്ക് ഈ ലൂപ്പിലേക്ക് ഒരു അരഞ്ച് താഴേക്ക് ഇറക്കുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ക്രോസിൽ ഇങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമുക്ക് അരഞ്ച് ലൂപ്പിൻ്റെ വീതി അധികം കിട്ടും. അതിന് ശേഷം മുകളിൽ തയ്ക്കുമ്പോൾ ഇത് തയ്യത്തുമ്പ് വെച്ചിട്ട് അരിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇതിൽ തയ്ച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ചത് നിർത്തിയാൽ ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങുക. എന്നിട്ട് ഇങ്ങനെ മേലെ തയ്ച്ച് വരിക. ആ സമയത്ത് തന്നെ ലൂപ്പും ചേർത്തടിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.